ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുത്താലോ? ഞാൻ സ്റ്റിച്ചിങ്ങിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകും. അപ്പം ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ആ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കിയാലോ? ആദ്യം ഞാൻ പോയത് നമ്മുടെ ജനതാ ജെയിംസിലാണ്. നമ്മുടെ ബ്രൂഫിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ലേസൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ലേസിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ബീഡ്സ്, ഈ ആരി വർക്കൊക്കെ ചെയ്യുന്നതിനുള്ള ബീഡ്സും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നോക്കി 1-2 ഐറ്റംസ് എനിക്ക് അവിടെ ബൾക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വേറൊരു ഷോപ്പിൽ, അതായത് വേറൊരു ഫാൻസിയിൽ കയറിയിട്ട് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് ഞാൻ ചെറിയൊരു മാല എടുക്കുന്നുണ്ട്. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു ബീഡ്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു മാലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ പരാഗിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ തരം മെറ്റീരിയൽസ്, കോട്ടൺ ആണെങ്കിൽ ജോർജറ്റ്, എല്ലാ മെറ്റീരിയൽസിൻ്റെയും നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ റേറ്റും ഉണ്ട്. പിന്നെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ബസ് കയറിയിട്ട് നമ്മുടെ മൂന്നാംകുറ്റിയിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ ബൈക്കിലധികം യാത്ര ചെയ്യാറില്ല. അത്യാവശ്യം അടുത്തൊക്കെ മാത്രമേ ഞാൻ എപ്പോഴും എൻ്റെ സ്കൂട്ടർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ വന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ മിറർ ഒന്ന് ലൂസായിട്ടിരിക്കുകയായിരുന്നു ഒരു സൈഡ്. അപ്പോൾ അതൊന്ന് ശരിയാക്കാനായിട്ട് കൊടുത്തപ്പോഴത്തേക്കും മോങ്കുട്ടിൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോങ്കുട്ടിനും കല്യാണിയും വന്നു. ഞങ്ങളപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് ഇതിന് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയത് എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കുറച്ചധികം എലാസ്റ്റിക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം എലാസ്റ്റിക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നൂല് വാങ്ങിയതിൽ കുറച്ച് നൂല് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഈ ഒരു കവറിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ലേസും പിന്നെ ഞാൻ പറഞ്ഞിരുന്നൊരു മാല, പിന്നെ കുറച്ച് ബീഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പേൾ പിൻ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടെങ്കിലും പുതിയ ഒന്നും കൂടെ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ പാവാടയ്ക്ക് ഒക്കെ ഇടാൻ പറ്റിയ ഈ നാടയുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ആക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചതാണ് കണ്ടപ്പോൾ. പിന്നെ നമ്മുടെ പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നാടയുണ്ടല്ലോ, അത് ഞാനൊരെണ്ണം ഒരു ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ റിങ് കാണിക്കാനായിട്ട് വിട്ടുപോയി. ഇതൊരു വലിയ റിങ്ങാണ് ഇത്തവണ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.